തിരുവനന്തപുരം പാലോട് KSRTC ഡിപ്പോയിൽ ഡ്രൈവർ മദ്യപിച്ചെന്ന് പരിശോധനയിൽ കണ്ടെത്തൽ. ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് മദ്യപിച്ചെന്ന് കണ്ടെത്തിയത്. എന്നാൽ മദ്യപിച്ചിട്ടില്ലെന്നും മെഷീൻ തകരാറില്ലെന്നുമാണ് ഡ്രൈവർ ജയപ്രകാശ് പറയുന്നത്. ഞാൻ രാവിലെ 7 മണിക്ക് ഇവിടെ ഡ്യൂട്ടിക്ക് ഹാജരായി എൻ്റെ കാർഡ് വാങ്ങിയതാണ്. കാർഡ് വാങ്ങിയതിനു ശേഷം ബർത്ത് അലൈനൻസ് വെച്ച് ഊതിയപ്പോൾ എനിക്ക് 16 കാണിക്കുന്നു. ഞാൻ ഇന്നുവരെ ജീവിതത്തിൽ മദ്യപിക്കുന്ന ആളല്ല. എന്നെ ഇതിന് വേണ്ടി ഇവിടെ ഇങ്ങോട്ടേക്ക് അനാവശ്യമായിട്ടാണ് ഇവിടെ IC DTOയ്ക്ക് പരാതി കൊടുത്ത് ഈ മിഷൻ കംപ്ലൈൻ്റ് ആണ്. എന്നിട്ട് പോലും അത് കംപ്ലൈൻറ്റ് മാറ്റുന്നില്ല അവർ. ആ മാറ്റാതെ ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു ദിവസം മദ്യപിച്ചായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനത് സമ്മതിക്കാമായിരുന്നു. ഞാൻ ഒരു ദിവസം പോലും മദ്യപിക്കാത്തവരാണ്. എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മദ്യപിക്കാത്ത ഞാൻ എവിടെയാണ് ഇതിൻ്റെ നീതിക്ക് വേണ്ടി പോകേണ്ടത് എന്നെനിക്കറിയില്ല. ഞാൻ മരിക്കുന്നതുവരെ ഇവിടെ ഞാൻ നിരാഹാരം കിടക്കും. ജയപ്രകാശ് കുടുംബവുമായി ഡിപ്പോയിൽ പ്രതിഷേധിക്കുകയാണ്. റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നു. റിനു ശ്രീധർ, ജയപ്രകാശ് താൻ ജീവിതത്തിലെ മദ്യപിച്ചിട്ടില്ല എന്നത്രയും ബോധ്യമുള്ളത് കൊണ്ടാകുമല്ലോ കുടുംബത്തോടൊപ്പം വന്ന് പ്രതിഷേധവുമായി ഇരിക്കുന്നത്. ഈ ബ്രീത്ത് അനലൈസർ കേടിൽ ആയതും നേരത്തെ ഒരാൾക്ക് സമാനമായ രീതിയിൽ അനുഭവം ഉണ്ടായതും ഹോമിയോ മരുന്ന് കഴിച്ച ഒരാൾക്ക് ഇതിൽ മദ്യപിച്ചതുപോലെയുള്ള റിസൾട്ട് കൊടുത്തതുമൊക്കെ കണ്ടതല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കാത്തത്? അസുജ, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ജയപ്രകാശ് പാലോട് ഡിപ്പയിൽ ഡ്യൂട്ടിക്ക് വേണ്ടി എത്തുന്നത്. ഏകദേശം 50-ലധികം പേരെ പരിശോധിച്ചു എന്നുള്ളതാണ് അവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം പറയുന്നത്. പക്ഷേ ഈ ജയപ്രകാശിനെ പരിശോധിക്കുമ്പോഴേക്കും 16% മദ്യപിച്ചിരുന്നതായിട്ടാണ്, 16 പോയിന്റാണ് കാണിക്കുന്നത്. KSRTCയിലെ നിയമം അനുസരിച്ച് 1% കാണിച്ചാലും മദ്യപിച്ചതായി കണക്കാക്കി, ലഹരി ഉപയോഗിച്ചതായി കണക്കാക്കി മാറ്റി നിർത്തണം എന്നുള്ളതാണ്. പോലീസിന്റെ പരിശോധനയിലാണെങ്കിൽ 30-ൽ മുകളിൽ വേണം എന്നുള്ളതുമാണ്. നിലവിൽ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല, താൻ മദ്യപിക്കുന്ന ഒരാളല്ല, ജീവിതത്തിൽ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ജയപ്രകാശ് പറയുന്നത്. അതിനെ തുടർന്ന് പാലോട് പോലീസിലും ഇദ്ദേഹം അല്പസമയം മുമ്പ് എത്തി പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി നൽകിയതിനു ശേഷമാണ് ഇപ്പോൾ കുടുംബസമേതം 2 കുഞ്ഞുങ്ങളടക്കമുള്ള കുടുംബസമേതം ജയപ്രകാശ് പാലോട് ഡിപ്പോയിലെത്തി അവിടെ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. തന്റെ ജോലി പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. നേരത്തെ തന്നെ ഈ ഡിപ്പോയിൽ സമാന രീതിയിൽ ഈ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അത് കംപ്ലൈന്റ് ആണെന്ന് IC ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നതടക്കം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ ആ മെഷീൻ മാറ്റുവാനോ മറ്റൊരു ഇടപെടൽ നടത്തുവാനോ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായിട്ടാണ് ഇപ്പോൾ ഈ ജയപ്രകാശ് പോയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പരിശോധനയിൽ 16 പോയിന്റ് കാണിക്കുന്നു ബ്രീത്ത് അനലൈസറിൽ. അതിനുശേഷം പോലീസിൽ പരാതി നൽകുന്നു. അതിനുശേഷം വീട്ടിലെത്തി കുടുംബസമേതം എത്തിയാണ് ഇപ്പോൾ വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. തന്റെ ജോലി പോകുമെന്നുള്ള ഭയമുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുന്നു. ഇതിന്റെ നീതിക്കായി താൻ എവിടെയാണ് പോകേണ്ടുന്നത് എന്നുള്ളത് നേരത്തെ നമുക്കറിയാം. സമാന രീതിയിൽ മലപ്പുറത്തടക്കം ഈ ഹോമിയോ മരുന്ന് കഴിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരിശോധനയിൽ പ്രമോദ് ശങ്കറിനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. റിനു ശ്രീധർ, അന്ന് ഷിബീഷിന്റെ കേസ് റിനുവിന് ഓർമ്മ കാണുമല്ലോ. കോഴിക്കോട് മാനന്തവാടി റൂട്ടിലാണ് അന്ന് ഷിബീഷ് ഡ്യൂട്ടിക്ക് എത്തിയത്. മലയമ്മ സ്വദേശിയായ ഷിബീഷ് അന്ന് ഡ്യൂട്ടിക്ക് എത്തിയപ്പോഴേക്കും ഹോമിയോ മരുന്ന് കഴിച്ചിരുന്നു. ബ്രീത്ത് അനലൈസറിൽ ഊതിയപ്പോൾ മദ്യപിച്ചതായിട്ട് കാണുന്നു, മാറ്റി നിർത്തുന്നു. പിന്നീട് ചീഫ് ഓഫീസിൽ, KSRTCയുടെ ചീഫ് ഓഫീസിൽ തിരുവനന്തപുരത്തെത്തിയാണ് ഷിബീഷ് ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയിച്ചത്. നമ്മുടെ റിപ്പോർട്ടറിലൂടെ തന്നെ ഈ ഷിബീഷ് തന്റെ നിരപരാധിത്വം പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുകയും ചെയ്തതാണ്. അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ ജയപ്രകാശിന് സമാന അനുഭവം ഉണ്ടാവുകയാണ്. മദ്യപിച്ചിട്ടില്ല എന്ന് ഒരാൾ പറയുമ്പോൾ അത് വിശ്വാസത്തിലെടുക്കാത്തത് ഇതെന്ത് സംവിധാനമാണ്? സുജ, തീർച്ചയായും. അതായത് ഈ കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പ് വരെ രണ്ടാമതൊരു പരിശോധന കൂടി നടത്താം എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അധികൃതർ പങ്കുവയ്ക്കുന്നത്. ഈ 5 ദിവസം മുമ്പ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, KSRTCയുടെ ഭാഗത്ത് നിന്ന് ഒരു സർക്കുലർ ഇറങ്ങി ഒരാളെ 1 പ്രാവശ്യം പരിശോധിച്ചാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേഷൻ, അതായത് ഡിപ്പോയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പോൾ രണ്ടാമത് ഒരിക്കൽ കൂടി പരിശോധിക്കുവാനുള്ള വകുപ്പില്ല എന്നുള്ളതാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ പോലീസിൽ നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്നെങ്കിലും ഒരു മെഡിക്കൽ പരിശോധന നടത്താം എന്നുള്ളതാണ്. അത്തരം ഒരു പരിശോധന നടത്തണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജയപ്രകാശ് പാലോട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി